കരേറ്റ് പാലോട് റോഡിൽ ഒരു വളവുണ്ട്. പകൽ സമയത്ത് അത് വെറും ഒരു തിരിവ് മാത്രം. പക്ഷേ രാത്രിയായാൽ ആ വളവിന് ഒരു നിശബ്ദമായ ഭയമുണ്ടാകും. അതിന് നാട്ടുകാർ നൽകിയ പേര് സുമതി വളവ്. സുമതി ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയായിരുന്നു. ജീവിതം മുഴുവൻ കഷ്ടപ്പാടിനോടും നിസ്സഹായതയോടുമാണ് അവൾ പോരാടിയത്. എങ്കിലും സാധാരണ സ്വപ്നങ്ങളുള്ള സൗമ്യമായ മനസ്സായിരുന്നു അവൾക്കു. അതേ ഗ്രാമത്തിൽ ഒരു ജന്മിയുണ്ടായിരുന്നു, രത്നാകരൻ. പണവും അധികാരവും കൊണ്ട് ഗ്രാമം മുഴുവൻ തന്റെ കയ്യിൽ പിടിച്ചിരുന്ന ഒരാൾ. രത്നാകരനും സുമതിയും ഒരു കാലത്ത് പ്രണയത്തിലായി. സുമതിക്ക് അത് ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച സ്നേഹത്തിന്റെ അനുഭവമായിരുന്നു. ഒരു ജന്മി തന്നെ സ്നേഹിക്കുന്നു എന്ന വിശ്വാസം അവളുടെ ലോകം മുഴുവൻ മാറ്റി. പക്ഷേ ആ ബന്ധത്തിന്റെ ഫലമായി സുമതി ഗർഭിണിയായി. ഗ്രാമം അറിഞ്ഞാൽ എന്റെ പേരും മാനവും എന്ന ചിന്തകൾ അവനെ അലട്ടിത്തുടങ്ങി. അവസാനം ആ ഭയത്തിൽ നിന്ന് ഒരു ക്രൂരമായ തീരുമാനം പിറന്നു. രത്നാകരൻ തന്റെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് സുമതിയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കി. ഒരു ദിവസം രത്നാകരൻ സുമതിയോട് സ്നേഹത്തോടെ പറഞ്ഞു, എന്റെ ഗ്രാമത്തിൽ ഉത്സവമുണ്ട്, നമുക്ക് അത് കാണാൻ പോകാം. അവന്റെ വാക്കുകളിൽ സ്നേഹം മാത്രമേ സുമതി കണ്ടുള്ളൂ. വഞ്ചന അവൾക്കറിയില്ലായിരുന്നു. വിശ്വാസത്തോടെ അവൾ അവന്റെ കൂടെ കാറിൽ കയറി. കാട് മൂടിയ വഴിയിലൂടെ യാത്ര തുടർന്നു. വഴിമധ്യേ രത്നാകരന്റെ കൂട്ടുകാർ കാറിൽ കയറി. ആ നിമിഷം സുമതിക്ക് എല്ലാം മനസ്സിലായി. കാറിനുള്ളിലെ നിശബ്ദ ഭീകരമായി. കണ്ണാടിയിൽ അവൾ കണ്ടത് കരുണയില്ലാത്ത മുഖങ്ങൾ. അവൾ ഭയത്തോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു വളവിനരികിൽ കാർ നിർത്തി. അവിടെ മനുഷ്യ മനസ്സിന്റെ ക്രൂരത മുഴുവൻ വെളിവായി. അവൾ കരഞ്ഞു, അപേക്ഷിച്ചു, എന്റെ തെറ്റ് എന്താണ്? എന്റെ കുഞ്ഞിനെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ. പക്ഷേ അവളുടെ നിലവിളിക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു. സുമതിയെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി. ഗർഭത്തിലെ കുഞ്ഞിനൊപ്പം അവളുടെ സ്വപ്നങ്ങളും അവിടെ അവസാനിച്ചു. അവളുടെ ശരീരം ആ വളവിനരികിൽ ഉപേക്ഷിച്ചു. ആ വളവാണ് പിന്നീട് സുമതി വളവ് എന്ന പേരിൽ അറിയപ്പെട്ടത്. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. ഇന്നും രാത്രിയിൽ ആ വഴിയിലൂടെ പോകുന്നവർ പറയുന്നു, വെള്ള സാരി ധരിച്ച ഒരു സ്ത്രീയെ വളവിനരികിൽ കാണാറുണ്ടെന്ന്. ചിലർ പറയുന്നു, കരച്ചിലിന്റെ ശബ്ദം കേൾക്കുമെന്നു. ഗ്രാമവാസികൾ പറയുന്നു, അവൾ ദുഷ്ടയല്ല, നീതി ലഭിക്കാതെ പോയ ഒരു ആത്മാവാണ്. അതിനാലാണ് ഇന്നും രാത്രി ആയാൽ ആ വളവിലൂടെ ആരും പതുക്കെ മാത്രമേ പോകാറുള്ളൂ. കാരണം വഞ്ചിക്കപ്പെട്ട ഒരു പ്രണയം മരിച്ചാലും മറക്കില്ല.